തിരികെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 2211 ദിവസം ആണ്. ഈ വർഷത്തെ 211 ദിവസമാണ്. ഇന്ന് 582 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം വചനത്തിൻ്റെ കണ്ണ് എന്താണ് എന്നത് മനസ്സിലാക്കാൻ നാം എന്ത് ചെയ്യണം? വചനത്തിൻ്റെ കണ്ണ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഒരിക്കൽ മുഴുവനും കേട്ട് നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ബൈബിൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമാണ്. ദൈവ മനുഷ്യ സംവേദനത്തിൻ്റെ ഇതിഹാസമാണ് ഇതിൽ വെളിപ്പെടുന്നത്. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ജീവനുള്ള വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അത് നിർമ്മലവും നീതിയുമുള്ളതുമാകുന്നു. ദൈവീക സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ അനുസ്യൂതം ഇതിലൂടെ പ്രവഹിക്കുന്നു. ഇത് വെളിച്ചത്തിൻ്റെ കണ്ണുകളാണ്. പുരാതന ഫിനീഷ്യയിലെ പ്രധാന തുറമുഖ പട്ടണമായ ബിബ്ലോസിൽ നിന്നും എഴുതുവാനുള്ള ഈജിപ്ഷ്യൻ പാപ്പറസ് കയറ്റുമതി ചെയ്തിരുന്നു. ഇത് ഇവിടെ നിന്നും കയറ്റി അയച്ച പാപ്പറസ് പ്രധാനമായും വേദഗ്രന്ഥം എഴുതി സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചു. കാലാന്തരത്തിൽ പാപ്പറസ് എഴുതിയ സമാഹാരത്തിന് ബിബ്ലോസ് എന്ന പേര് ലഭിച്ചു. പുസ്തകച്ചുരുൾ, യഹോവയുടെ പുസ്തകം, സത്യഗ്രന്ഥം, തിരുവെഴുത്തുകൾ, ദൈവവചനം, വിശുദ്ധരേഖ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്നിങ്ങനെ വിവിധ പേരുകൾ ബൈബിളിൽ ലഭ്യമായിട്ടുണ്ട്. ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദം ലത്തീൻ ഭാഷയിലൂടെ ഇംഗ്ലീഷിൽ എത്തിയപ്പോൾ ബൈബിൾ എന്നായി. ബൈബിൾ മീൻസ് സത്യവേദ പുസ്തകം ആണ്. ബൈബിൾ BC 1500 മുതൽ AD 100 വരെയുള്ള നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണ്. ആദ്യകാലത്ത് മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾ മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. കർദിനാൾ കോറെ 1236 ബൈബിളിനെ അധ്യായങ്ങളും വാക്യങ്ങളുമായി തിരിച്ചു. AD 1555 റോബർട്ട് സ്റ്റീഫനാണ് ബൈബിളിന് ആധുനിക രൂപം നൽകിയത്. ആദിമ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വേദഗ്രന്ഥം പഴയ നിയമമായിരുന്നു. ഇത് പുതിയ നിയമ ക്രോഡീകരണത്തിന് സഹായകരമായിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ വാമൊഴിയായി പ്രചരിച്ച യേശുവിൻ്റെ പ്രബോധനങ്ങൾ വിശ്വസ്തയോടും സത്യസന്ധതയോടും പുതുതലമുറയ്ക്കായി പകർന്ന് നൽകി. പഴയ നിയമത്തിലെ 39 പുതിയ നിയമത്തിൽ 27 അപ്പോക്രിഫായിൽ 15 പുസ്തകങ്ങളും പൗരാണിക ക്രിസ്തീയ സഭകൾ അംഗീകരിക്കുന്നുണ്ട്. പൊതുവെ ബൈബിൾ എന്നതിൽ 66 ഗ്രന്ഥങ്ങളാണുള്ളത്. പഴയ നിയമത്തിൽ 929 പുതിയ നിയമത്തിൽ 260 ഉൾപ്പെടെ 1189 അധ്യായങ്ങളും 31,090 വാക്യങ്ങളുമുള്ള ബൃഹത്തായ കൃതിയാണ് ബൈബിൾ. പഴയ നിയമത്തിലെ 850 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബൈബിളിൽ ദൈവീക അരുളപ്പാടുകളുടെ സമാഹാരമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമായ ബൈബിൾ പരിശുദ്ധാത്മ കൃപയിൽ എഴുതപ്പെട്ടതാണ്. ദൈവവചനത്തിൽ ദൈവീക സംവേദനവും ചരിത്ര സംഭവങ്ങളും ഉൾക്കൊള്ളുന്നു. ദൈവീക വെളിപ്പാടിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ചരിത്രമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. യേശു പഴയ നിയമഭാഗങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പ്രബോധന ശുശ്രൂഷയിൽ പഴയ നിയമ തിരുവെഴുത്തുകൾ നിരവധി പ്രാവശ്യം ഉദ്ധരിക്കുകയും അവയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശുവിനെ പ്രലോഭിപ്പിച്ച ശക്തിയെ കീഴ്പ്പെടുത്തിയതും തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചായിരുന്നു. ന്യായപ്രമാണത്തിന് മനുഷ്യ മുഖം നൽകി അത് നിറവേറ്റുക എന്നതായിരുന്നു യേശുവിൻ്റെ നിലപാട്. പാമൊഴി പാരമ്പര്യത്തിൽ നിന്നും യേശു പൈതൃകമായി സുഗ്രാഹ്യമാക്കിയതാണ് തിരുവെഴുത്തുകൾ. യേശുവിൻ്റെ പ്രബോധനങ്ങളും വാമൊഴി പാരമ്പര്യത്തിലാണ്. ആദ്യ കാലത്ത്
സംവേദിക്കപ്പെട്ടത് എന്നും നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്ന് കരുതട്ടെ. ഹീബ്രു, അരമായ, ഗ്രീക്ക് ഭാഷകളിൽ നിന്നുമാണ് ബൈബിൾ മൊഴിമാറ്റം നിർവഹിച്ചിട്ടുള്ളത്. പഴയ നിയമം ഹീബ്രുവിനും പുതിയ നിയമം ഗ്രീക്കിലും എഴുതി. പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലുള്ളതാണ്. സുറിയാനി, ലത്തീൻ ഭാഷകളിലാണ് ആദ്യ പരിഭാഷ. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് ബൈബിൾ പരിഭാഷകൾ ഉണ്ടായി. ഇംഗ്ലീഷ് പരിഭാഷ ജോൺ വൈക്ലിഫ് 1382 നിർവഹിച്ചു എന്നും നമുക്ക് ഏവർക്കും അറിയാം. 18-ാം നൂറ്റാണ്ടിൽ ബൈബിൾ വിവർത്തനങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ആരംഭിച്ചു. ബൈബിൾ വിവർത്തനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ 3414 ഭാഷകളിൽ ലഭ്യമാണ്. 2014 കണക്കിൻ പ്രകാരം സമ്പൂർണ്ണ ബൈബിൾ 531 ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. 2883 ഭാഷകളിലേക്ക് ഭാഗികമായും ഭാഷാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ മലയാളത്തിലേക്ക് വ്യവസ്ഥാപിതമായി 19-ാം നൂറ്റാണ്ടിൽ വിവർത്തനം ചെയ്യുന്നതിന് വളരെ മുമ്പേ ബൈബിളിന്റെ ഭാഗിക മലയാള വിവർത്തനങ്ങൾ നിലനിന്നിരുന്നു. മലയാള ബൈബിളിന്റെ പ്രാരംഭം മൽപ്പാൻ പാഠശാലകളിലാണ് ആരംഭിച്ചിരിക്കുന്നത്. വൈദികരായ മൽപ്പാന്മാർ ആരാധനയിൽ സുറിയാനി ബൈബിൾ ഭാഗങ്ങൾ തത്സമയം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. മലയാള ബൈബിൾ വിവർത്തനത്തിനുള്ള പ്രഥമ ശ്രമം ഇത്തരം മൽപ്പാൻ പാഠങ്ങളിലൂടെ ഉണ്ടായ സംഭാവനകളാണ്. ബൈബിൾ പഠനം വിശ്വാസികളെ ഉത്തമ സാക്ഷ്യത്തിലേക്ക് നയിക്കും. ശാസ്ത്രീയവും ബൗദ്ധികവുമായ സമീപനത്തെക്കാൾ ആത്മീയ അഭിവാഞ്ചയോടെ ബൈബിൾ വായിച്ച് പരിശുദ്ധാത്മ കൃപയോടെ വചന പൊരുൾ തിരിച്ചറിയണം. വിവിധ കാലഘട്ടങ്ങളിൽ എഴുതിയതാണെങ്കിലും ദൈവീക സംവേദനത്തിന്റെ വിവിധങ്ങളായ അടയാളങ്ങളാണ് വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവയുടെ ചരിത്ര പശ്ചാത്തലവും സന്ദർഭവും രചനാരീതിയും ഭാഷാശൈലിയും തിരിച്ചറിയുമ്പോൾ വേദവായനയുടെ അർത്ഥവും വ്യാപ്തിയും ഫലപ്രദമായി തീരും. ആക്ഷരിക അർത്ഥങ്ങളെക്കാൾ വേദവായനയുടെ സമഗ്രമായ അർത്ഥം ഉൾക്കൊള്ളുമ്പോൾ വേദ പഠനം അർത്ഥപൂർണമാകും. അത് ഭൗതിക സമീപനം കൊണ്ട് മാത്രം സാംശീകരിക്കുവാൻ കഴിയില്ല. ആഴമായ ആത്മീയ പരിജ്ഞാനവും അർത്ഥവ്യാഖ്യാനത്തിനുള്ള പ്രാപ്യതയും യോഗാത്മകമായി നേടിയെങ്കിൽ മാത്രമേ ബൈബിൾ സാരാംശം കാലികമായി വിശദീകരിക്കുവാൻ കഴിയൂ. ബൈബിൾ ചരിത്രവും സംസ്കാരവും ദർശനവും ആഴമായി ഉൾക്കൊള്ളുമ്പോൾ ബൈബിൾ വായന ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കും. ബൈബിളിന്റെ ആത്മീയ ശക്തിയും ചൈതന്യവും തിരിച്ചറിയുവാൻ വിശുദ്ധ വേദപുസ്തക വായന വഴിയും വെളിച്ചവുമാക്കണം. ദൈവവചനത്തിന്റെ നീർച്ചാലുകൾ അർത്ഥപൂർണമായി ഉൾക്കൊള്ളണം. വിശുദ്ധിയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് വിശ്വാസികളെ സജ്ജമാക്കുന്ന ബൈബിൾ വായനയും പഠനവും സമഗ്രമായി ഉൾക്കൊള്ളണം. ബൈബിളിന്റെ സമഗ്രമായ അറിവ് മൂലപാഠവും അതിന്റെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലവും ഭാഷാരീതിയും